നമസ്കാരം. ഇന്ത്യക്കാർക്ക് സ്വന്തം പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന് ലോകത്തിലെ പല പ്രതിഭാശാലികളും പരാതിപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം പ്രതിഭകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല വേദികളിലും ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നാനുള്ള ഒരു കാരണം ഇന്ന് നമ്മുടെ ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ് എന്നോർത്തപ്പോഴാണ്. ഗണിതശാസ്ത്ര ദിനം നമ്മൾ കൊണ്ടാടുന്നത് ഇന്ത്യ കണ്ട ലോകത്തിലെ തന്നെ മഹാത്ഭുതമായ ഒരു പ്രതിഭയുടെ ജന്മദിനത്തിലാണ്. ആ പ്രതിഭയുടെ പേര് രാമാനുജൻ എന്നാണ്. രാമാനുജൻ എന്ന പേരുള്ള A.K. രാമാനുജൻ ഉൾപ്പെടെയുള്ള പലരെയും നമുക്കറിയും. പക്ഷേ ഗണിതശാസ്ത്രം എന്ന് കേട്ടാൽ ലോകമാകെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ആദ്യം ഓർക്കേണ്ട പേരാണ് രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ തമിഴ്നാട്ടിലെ ഈറോഡാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. പട്ടിണിപ്പാവങ്ങളുടെ കുടുംബത്തിലാണ് പിറന്നത്. സ്കൂളിൽ പോകാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നാണ് പഠിച്ചത്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഡിസംബർ 22 ഇന്ന്. എന്ന് പറഞ്ഞാൽ എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1887 ആലോചിച്ച് നോക്കൂ. 1887 ജനിച്ച മനുഷ്യൻ്റെ ജന്മദിനം നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതെന്നാണ്. അത് തന്നെ മഹാത്ഭുതമാണ്. അത് തീരുമാനിക്കുന്നത് 2012 എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചത് 1920. ഒരു പ്രതിഭ മരിച്ചു കഴിഞ്ഞ ഉടനെയെങ്കിലും അദ്ദേഹം ഓർക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ അന്നു മുതലെങ്കിലും ഓർക്കാൻ തുടങ്ങണ്ടേ? ഉണ്ടായില്ല. ശ്രീനിവാസ രാമാനുജൻ മരിച്ചിട്ട് 92 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ദിനം ആചരിക്കണം നമുക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ അന്നാണ് ദേശീയ ശാസ്ത്ര ദിനം. അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കണക്കാക്കിയിട്ടാണ്. അദ്ദേഹം ജനിച്ചത് ഡിസംബർ 22 മരിച്ചത് ഏപ്രിൽ 6 അതാണ് നമ്മുടെ ഒരു വൈകൽ. ആലോചിച്ച് നോക്കൂ. ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുന്നതിൽ, ലോകത്തിന് മുമ്പിൽ ഈ പ്രതിഭയെ അറിയിക്കുന്നതിൽ ഒക്കെ നമ്മൾ വരുത്തുന്ന വലിയ കുറ്റകരമായ കാലവിളംബം തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ ഈറോട്ടിൽ പിറന്ന് കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പഠിച്ചത്. ഇൻ്റർമീഡിയറ്റ് കഷ്ടിച്ച് പാസ്സായി. ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കറിയാലോ, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഏറ്റവും വലിയ മോഹം അവനിഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്താലേ ഉന്നത പഠനത്തിന് പോകാനാവും. അദ്ദേഹം കഷ്ടപ്പെട്ട് അന്ന് കുംഭകോണത്തെ ഒരു കോളേജിൽ ചേർന്നു. കോളേജ് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത അവന് തന്നെ മനസ്സിലാകുന്നത്. അവന് ഗണിതമല്ലാതെ, മാത്തമാറ്റിക്സ് അല്ലാതെ ഒരു വിഷയവും പഠിച്ചിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പഠിച്ചിട്ട് തലച്ചോറ് കയറുന്നില്ല. കണക്കല്ലാതെ മറ്റൊന്നും കയറാത്ത ഒരു തലച്ചോറായി. ഒരു വിചിത്രമായ കമ്പ്യൂട്ടർ പോലുള്ള ഒരു തലച്ചോറാണ് ആ കുട്ടിക്ക്. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അഭ്യാസം കൊണ്ടും സാധന കൊണ്ടും ഒന്നും നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഗോഡ് ഗിവൺ ആണ്, ഗിഫ്റ്റഡ് ആണ് ആ കുട്ടി. ആ തലച്ചോറ് ദൈവത്തിൻ്റെ വരദാനമാണ്. അങ്ങനെയുള്ള ഒരു തലച്ചോറ് മഹാത്ഭുതങ്ങൾ തീർക്കേണ്ട തലച്ചോറാണ്. ആ തലച്ചോറ് പക്ഷേ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൻ്റെ കളങ്ങളിൽ ഒതുങ്ങിയില്ല. 2 കൊല്ലം കുംഭകോണത്ത് പഠിച്ചു നോക്കി. 2 കൊല്ലം അവിടെ പഠിച്ചപ്പോൾ ഗണിതശാസ്ത്രത്തിൽ 100 മാർക്ക്, 100-ൽ 100 മാർക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ മാർക്കും കിട്ടി. പക്ഷേ ഗണിതം മാത്രം പോരല്ലോ ഡിഗ്രിക്ക്. മറ്റു സബ്ജക്റ്റുകളും മറ്റു വിഷയങ്ങളും പഠിക്കണ്ടേ? മറ്റു വിഷയങ്ങൾ ഒന്നും പാസ് മാർക്ക് കിട്ടിയില്ല. 2 കൊല്ലം പഠിച്ചിട്ട് കുംഭകോണത്തെ കോളേജിൽ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് മദ്രാസിലെ മറ്റൊരു കോളേജിൽ ചേർന്നു. അവിടെയും തഥൈവ. കണക്കല്ലാതെ മറ്റൊന്നും ആ കുട്ടിക്ക് പഠിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ പഠനം എന്ന സ്വപ്നം എന്നേക്കുമായി കണ്ണീരോടെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ദൈവം ഇത് വിധിച്ചിട്ടില്ല എന്നൊക്കെ കണക്കാക്കിയിട്ട് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. ഒരു ജോലിക്ക് ശ്രമിച്ചു. ഇൻ്റർമീഡിയറ്റ് മതിയല്ലോ സാധാരണ ഗുമസ്തൻ്റെ പണി കിട്ടാൻ. അദ്ദേഹത്തിന് ആദ്യത്തെ ജോലി കിട്ടിയത് മദ്രാസ് പോർട്ട് ട്രസ്റ്റിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. പോർട്ട് ട്രസ്റ്റിൽ വെറും ഒരു ഗുമസ്തനായിട്ട് പണിയെടുക്കുമ്പോഴാണ് അവിടുത്തെ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്ന ഒരു വലിയ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പ്രതിഭയെ തിരിച്ചറിയുന്നത്. ആ മനുഷ്യൻ്റെ പേര് സർ ഫ്രാൻസിസ് സ്പ്രിംഗ് എന്ന വെള്ളക്കാരനാണ്. അദ്ദേഹം രാമാനുജനോട് പറഞ്ഞു, നീ ഇൻ്റർമീഡിയറ്റ് വെച്ച് നിർത്തിയോ പഠനം? ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിക്കാൻ ശ്രമിച്ചു സാർ, പക്ഷേ എനിക്ക് മറ്റൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഈ സ്പ്രിംഗ് സാറ് ഒരു വഴി പറഞ്ഞു കൊടുത്തു. എനിക്ക് പരിചയമുള്ള ഒരാളുടെ അഡ്രസ്സ് തരാം, അയാൾക്ക് നീ ഒരു കത്തയക്ക്. അതാരാണെന്നറിയോ? കേംബ്രിഡ്ജിലെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്ന G.H. ഹാർഡിയാണ്. അദ്ദേഹത്തിന് ഈ മേലുദ്യോഗസ്ഥൻ കൊടുത്ത, പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൊടുത്ത ധൈര്യത്തിൽ ഒരു കത്തയച്ചു. ആ കത്തിന് അത്ഭുതകരമായ മറുപടി കിട്ടി. നീ അടിയന്തരമായി നിന്റെ ബോസിൻ്റെ സഹായത്തോടു കൂടി ലണ്ടനിലേക്ക് വരൂ, ഞാൻ കേംബ്രിഡ്ജിൽ നിന്നെ കാത്തിരിക്കുന്നു എന്നാണ്. 1914 ഈ കുട്ടി ലണ്ടനിലേക്ക് പോകുന്നത്. രാമാനുജൻ എന്ന കുട്ടി ഡിഗ്രി ഇല്ല, ഒരു ഡിഗ്രി പോലും ഇല്ല കയ്യിൽ. കേംബ്രിഡ്ജ് ചേരുന്നത് നമുക്കറിയാം, ഉന്നത പഠനത്തിനാണ് നമ്മൾ കേംബ്രിഡ്ജിൽ പോവുക. നാട്ടിൽ നിന്ന് ഡിഗ്രിയെങ്കിലും എടുക്കാത്ത ഒരാളും അങ്ങോട്ട് പോവില്ല. പക്ഷേ ഹാർഡി സാർ വിളിച്ചതുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഹാർഡി സാർ അവന് ചില പണികൾ കൊടുത്തു. അത് മറ്റൊന്നുമല്ല,
ഒരു ഡിഗ്രിയും ഇല്ലാത്ത അവനോട് മാത്തമാറ്റിക്സിലെ അത്ഭുതകരമായ ചില റിസർച്ച് പണികൾ കൊടുത്തു. അത്ഭുതകരമായ വിജയമാണ് ആ റിസർച്ചിലൊക്കെ അവൻ കാണിച്ചത്. അതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1916 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു ഡിഗ്രി കൊടുത്തു. ആ ഡിഗ്രിയുടെ പേര് BSc റിസർച്ച് എന്ന ഡോക്ടറേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ റിസർച്ച്. കോളേജിലെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്ന BSc അല്ല, റിസർച്ചിൽ കിട്ടുന്ന ഡിഗ്രി. BSc റിസർച്ച് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അന്ന് ഇന്നും ലോകത്തിലെ ഡോക്ടറേറ്റിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയോ? ആലോചിച്ച് നോക്കൂ. അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, ഇൻ്റർമീഡിയറ്റിന് ശേഷം ഒരു പരീക്ഷയും പാസ്സായിട്ടില്ലാത്ത, ഒരു വിഷയത്തിലും ഡിഗ്രി പാസ്സായിട്ടില്ലാത്ത ഒരാൾക്ക്, ഡിഗ്രി ഇല്ല, PG ഇല്ല, പോസ്റ്റ് ഗ്രാജുവേഷനും കൂടി കഴിഞ്ഞിട്ടാണ് റിസർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ചരിത്രത്തിൽ ആദ്യമായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുകയാണ്. അവിടെയാണ് രാമാനുജൻ എന്ന മഹാപ്രതിഭ ലോകത്തിന് മുമ്പിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് അംഗീകാരത്തിൻ്റെ കാലമാണ്. ഈ മഹാത്ഭുതത്തെ, ഈ മഹാപ്രതിഭയെ ലോകം അറിയുന്നു. റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് കൊടുക്കുന്നു. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൻ്റെ ഫെലോ ആയി ഇദ്ദേഹം മാറുന്നു. പക്ഷേ അധികകാലം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1914 ചെന്ന് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 1919 ആയപ്പോഴേക്ക് പ്രതികൂലമായ കാലാവസ്ഥ, അല്ലെങ്കിൽ തന്നെ ദുർബലമായ ആരോഗ്യമാണ് ആ കുട്ടിക്ക്. മാരകമായ ക്ഷയരോഗം വന്നിട്ട് 1919 ഇന്ത്യയിലേക്ക് മടങ്ങി. ഈ 1 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതിനിടയിലുണ്ടായ ഒരു മഹാത്ഭുതം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെ രോഗശയ്യയിൽ ലണ്ടനിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ലോകം തിരിച്ചറിയുന്നത്. ആശുപത്രി കിടക്കുമ്പോൾ ഗുരുനാഥൻ ഇദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ ഗുരുനാഥൻ വന്ന് കാറ് നിർത്തുന്നതും കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഒക്കെ ആശുപത്രിയുടെ ജനാലിലൂടെ കാണുന്നുണ്ട്. ഹാർഡി സാറ് വന്നിറങ്ങിയ കാറിൻ്റെ നമ്പർ 1729 ആണ്, 1729. ഗുരു വന്ന് കയറി കുശലം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിച്ചു, അല്ല സാർ, ആ കാറിൻ്റെ നമ്പർ എന്താ അങ്ങനെ, എങ്ങനെ കിട്ടി ഈ നമ്പർ? അതെന്താണ്, ഒരു സാധാരണ നമ്പർ അല്ലേ, ഒരു കോമൺ നമ്പർ അല്ലേ, എന്താ കാര്യം? കോമൺ നമ്പർ അല്ല സാർ, അത്ഭുതകരമായൊരു നമ്പറാണ്, വിചിത്രമായൊരു നമ്പറാണ്, ഒട്ടേറെ പ്രത്യേകതകളുള്ള നമ്പറാണ്. 1729 എന്താടാ പ്രത്യേകത? എനിക്കൊന്നും തോന്നിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ, ലോകത്തിലെ 2 ക്യൂബുകളുടെ തുകയായി 2 തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. മാത്തമാറ്റിക്സ് മനസ്സിലാക്കാൻ പ്രാഥമികമായി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഘനം എന്ന് പറയും. രാമാനുജൻ എഴുതി കാണിച്ചു കൊടുത്തു ഗുരുവിന്. 1729 സമം 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്, 12 ക്യൂബ്. ഗുരു കൂട്ടി നോക്കുമ്പോൾ കറക്റ്റാണ്. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് ഈക്വൽ ടു 1729 ആണ്. അവിടെയും തീർന്നില്ല, ഉടനെ അടുത്ത വരി എഴുതി 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. 9ന്റെ ക്യൂബും 10ന്റെ ക്യൂബും കൂടി കൂട്ടിയാലും കിട്ടുന്നത് 1729 ആണ്. ഇങ്ങനെ കിട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. രാമാനുജൻ്റെതായ ആദ്യത്തെ സംഭാവന ലോകത്ത് വന്നു. പിന്നെ ഓരോന്നോരോന്നായി ഇദ്ദേഹത്തിൻ്റെ ആ രോഗശയ്യയിൽ കിടന്ന കാലത്ത് തന്നെ ധാരാളം സംഭാവനകൾ. പൈയുടെ വാല്യൂ നമ്മളൊക്കെ പൈ പഠിക്കാറുണ്ട്. പൈ ഈസ് ഈക്വൽ ടു 3.14. പൈയുടെ വില നമുക്ക് 2 ഡെസിമൽ പോയിന്റ് വരെ നമുക്ക് അറിയാമായിരുന്നുള്ളൂ. ഇദ്ദേഹം അത് 8 ഡെസിമൽ പോയിന്റ് വരെ കൃത്യമായി കണ്ടെത്തി. ഇതൊക്കെ ഓർക്കേണ്ടത് കമ്പ്യൂട്ടറുള്ള കാലത്തല്ല, കാൽക്കുലേറ്റർ പോലെയുള്ള കാലത്തല്ല എന്ന് നമ്മൾ ഓർക്കണം. സ്വന്തം ബുദ്ധിയിലാണ് അദ്ദേഹം പൈയുടെ വാല്യൂ കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് കണ്ടെത്തിയത്. വേറെ അത്ഭുതകരമായ കാര്യം, GS കാറിൻ്റെ വിഖ്യാതമായ സങ്കീർണമായ കുറേ ഗണിത പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ ആർക്കും എളുപ്പമായിരുന്നില്ല. അത് മുഴുവനും ഈ മനുഷ്യൻ സോൾവ് ചെയ്ത് കാണിച്ചു എന്നതാണ് ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ക്ഷയരോഗത്തിൻ്റെ മാരകമായ അസ്ഖ്യതകളും അസഹ്യമായ വേദനയും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും തുടർച്ചയായിട്ട് എഴുതി വെച്ച കുറിപ്പുകൾ എടുത്ത് നോക്കിയിട്ട് 3254 കുറിപ്പുകൾ അദ്ദേഹം ലണ്ടനിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഗുരു എടുത്തു നോക്കിയപ്പോൾ ഈ 3254 കുറിപ്പുകളെ വിശദീകരിച്ചുകൊണ്ട് 12 വോള്യം പുസ്തകങ്ങളാണ് പിന്നീട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. നമ്മൾ ഓർക്കണം. 32ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് വളരെ കാലത്തിന് ശേഷം 1991 റോബർട്ട് കനിഗൽ ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൻ്റെ പേര് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്നാണ്. ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. ആ പുസ്തകം അത്ഭുതകരമാണ്. ആ പുസ്തകം 91 അത് പുസ്തകമായി, 2015 അതേ പേരിൽ അത് സിനിമയാവുകയും ചെയ്തു. മലയാളത്തിലും ആ പുസ്തകം വന്നിട്ടുണ്ട്. അനന്തത്തെ അറിഞ്ഞയാൾ എന്ന പേരിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മലയാളീകരിച്ചിരിക്കുന്നത്.
അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. നമുക്കറിയാത്ത ലോകത്തെ, അനന്തത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇൻഫിനിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. നമുക്ക് സങ്കല്പിക്കാനാവില്ല. എന്നാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്ത അനന്തതയെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. പറഞ്ഞിട്ടെന്ത്? അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലത്ത് കുറച്ചു പേരെങ്കിലും അറിഞ്ഞു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അത്ര പോലും ആളുകൾ അറിഞ്ഞില്ല. അറിഞ്ഞവരൊന്നും അദ്ദേഹത്തെ വേണ്ട വിധം പ്രചരിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ മരണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് തീർന്നില്ല. ഇത്രയൊക്കെ അംഗീകാരം ജീവിച്ച കാലത്ത് കിട്ടിയിട്ടും അതൊന്നും ഒരു സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി അമ്മാൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ അനാഥയായി എന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ പട്ടിണിയായി, ദരിദ്രയായി. കുറേ കാലം 8 കൊല്ലത്തോളം ബോംബെയിൽ സഹോദരൻ്റെ കൂടെ ജീവിച്ചു. അത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നു. പിന്നെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അവർ ചെയ്തത് തയ്യൽ ജോലി ചെയ്തിട്ട്. ഓർക്കണം, ലോകം കണ്ട മഹാത്ഭുതമായ ഒരു പ്രതിഭാശാലിയുടെ പ്രിയ പത്നി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പെൻഷൻ പോലും കിട്ടാതെ തയ്യൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വന്ന ഇന്ത്യ. നമ്മൾ വെറുതെ അല്ല. ഇന്ത്യ ഇങ്ങനെയല്ലല്ലോ ഈ ഉത്തമപുത്രനോട്, ഈ അത്ഭുതപുത്രനോട് പെരുമാറേണ്ടിയിരുന്നത് ഇങ്ങനെയല്ലല്ലോ എന്ന് ഓർക്കേണ്ടി വരുന്ന അതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് പതുക്കെ ഇവരുടെ ഗതികേടും കഷ്ടപ്പാടും ഒക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ട് പല സ്ഥാപനങ്ങളും പല യൂണിവേഴ്സിറ്റികളും ഒക്കെ അവർക്ക് സ്വമേധയാ പെൻഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ അല്ലലില്ലാതെയാണ് പിന്നീടുള്ള കാലം അവർ ജീവിച്ചത്. 1994 ജാനകി അമ്മാൾ മരിക്കുന്നത്. പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം കൂടി അവർ ഒരു പുണ്യം പോലെ അവരുടെ ജീവിതത്തിൽ ചെയ്തു. 1950 അവരുടെ കൂട്ടുകാരി, 1920 തന്നെ ഭർത്താവ് മരിച്ചല്ലോ. പിന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴാണ് 1950 അവരുടെ കൂട്ടുകാരി സൗന്ദരവല്ലി മരിക്കുന്നത്. സൗന്ദരവല്ലിക്ക് ഒരു മോനുണ്ടായിരുന്നു, 7 വയസ്സുള്ള നാരായണൻ. നാരായണൻ എന്ന കുട്ടിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് സൗന്ദരവല്ലി എന്ന കൂട്ടുകാരി മരിക്കുന്നത്. അന്നു മുതൽ നാരായണൻ്റെ അമ്മ ജാനകി അമ്മാളായി. നാരായണനെ ദത്തെടുത്തു. ഇപ്പോൾ നാരായണൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഒരു ഓർമ്മയുടെ കണ്ണിയെങ്കിലും രാമാനുജൻ എന്ന മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഉണ്ടായിരിക്കട്ടെ എന്ന് ആശിച്ചു പോകുന്നു. ഇതാണ് രാമാനുജൻ എന്ന പ്രതിഭയുടെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നത്. ആചരണം തുടങ്ങിയത് പോലും 2012 13 കൊല്ലമേ ആയിട്ടുള്ളൂ. വൈകിയെങ്കിലും രാമാനുജനെ അറിയാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ, രാമാനുജനെ അറിയിക്കാനുള്ള, ലോകത്തിന് മുമ്പിൽ അറിയിക്കാനുള്ള പരിശ്രമങ്ങൾ, ഐസക് ന്യൂട്ടനെ പോലെ, GH ഹാഡിയുടെ വാക്കുകളാണത്. ഹാഡിയാണത് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാണ് രാമാനുജൻ എന്ന് ആദ്യം അറിഞ്ഞയാൾ? GH ഹാഡിയാണ്. GH ഹാഡിയാണ് ഈ രാമാനുജൻ എന്ന മനുഷ്യനെ, മഹാപ്രതിഭയെ ലോകത്തിന് കാണിച്ചു കൊടുത്ത പ്രതിഭാശാലി. GH ഹാഡി പറഞ്ഞത്, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ല, പക്ഷേ ഐസക് ന്യൂട്ടനെ പോലെ, ആർക്കിമിഡീസിനെ പോലെ ഒരുപക്ഷെ ആ 2 പ്രതിഭകളെക്കാളും വലിയ പ്രതിഭയാണ് രാമാനുജൻ. ആലോചിച്ച് നോക്കൂ. ഐസക് ന്യൂട്ടനെ അറിയാത്ത കുട്ടികളില്ല, ആർക്കിമിഡീസിനെ അറിയാത്ത ശാസ്ത്ര വിദ്യാർത്ഥികൾ ആരുമില്ല. പക്ഷേ രാമാനുജൻ അയ്യങ്കാർ, ശ്രീനിവാസൻ രാമാനുജൻ അയ്യങ്കാർ എന്ന മഹാപ്രതിഭയെ, ഐസക് ന്യൂട്ടനേക്കാളും ആർക്കിമിഡീസിനേക്കാളും വലിയ പ്രതിഭയെ എത്ര പേർക്ക് അറിയുമെന്ന ചോദ്യമാണ് ഈ ദേശീയ ഗണിതശാസ്ത്ര ദിനത്തിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. നെഞ്ചത്ത് കൈവച്ച് ഓരോ ഇന്ത്യക്കാരനും, പ്രത്യേകിച്ച് നമ്മുടെ അക്കാഡമികൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ അക്കാഡമിക വിദഗ്ധന്മാർ എല്ലാം ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ രാമാനുജനെ ആദരിച്ചുവോ എന്ന ചോദ്യം. ദേശീയ ഗണിതശാസ്ത്ര ദിനം രാമാനുജനെ ഏതാനും വാക്കുകൾ കൊണ്ട് ഓർക്കാൻ നമ്മളെ കൊണ്ടാവുന്ന വിധം അദ്ദേഹത്തെ ആദരിക്കാൻ വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.